ഫോട്ടോ മലയാളത്തിൽ മാത്രം സംസാരിക്കുക. അതിനിടയിൽ ഇംഗ്ലീഷ് വാക്കുകൾ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഓണക്കാലം ഏത് വേണമെങ്കിലും ഓണക്കാലത്തെ പറ്റിയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, തുടങ്ങട്ടെ. ടൈം സ്റ്റാർട്ട് ചെയ്യാണ്. ഓണത്തെ കുറിച്ച് പറഞ്ഞാൽ മതി. ഓണക്കാലത്തെ ഇനി രണ്ടാമത് മൂന്നാമത് തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഓണം തീരും. അതാണ് ഇതിന്റെ പ്രശ്നം. ഇനി എന്ത് കാര്യമാണ് ഓണത്തെക്കുറിച്ച് പറയാൻ? പറഞ്ഞ വാക്കുകൾ പിന്നെ പറയരുത്. അത് പറഞ്ഞ വാക്കുകൾ പിന്നെ പറയരുതെന്ന് പറഞ്ഞാൽ പറഞ്ഞ വാക്കുകൾ ഏതൊക്കെയാണെന്ന് ഓർമ്മ വേണ്ടേ? അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും മൂന്നാമതും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടുന്ന് ബത്തേരിക്ക് ഒരു ദിവസം നടന്നുപോയി, തിരിച്ചിങ്ങോട്ട് നടന്നു വന്നു. തിരിച്ച് നടന്നു വന്നിട്ട് കലാലയത്തിലെത്തിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. അതുകൊണ്ട് ഞാൻ നേരെ മീനങ്ങാടി വന്നു. മീനങ്ങാടി നിന്ന് ബത്തേരി പോയി, ബത്തേരിയിൽ നിന്ന് കൽപ്പറ്റ പോയി. എന്തിനാ എന്നെ നോക്കി ചിരിക്കുന്നത് നിങ്ങൾ? അങ്ങനെ പോയി അങ്ങനെ എത്തി. കോഴിക്കോട് വരെ പോയി. ഗുരുവായൂർ എത്തിക്കഴിയുമ്പോൾ കലാലയം തീർന്നു പോയി. അങ്ങനെ തിരിച്ചിവിടെ വന്നു. പിന്നെ ബത്തേരി കുറേ നാൾ തെണ്ടി തീർന്നു. സമയം ആയിട്ടുണ്ടായി. ഇഷ്ടമുള്ളത് എന്തുണ്ടാക്കാനാ? കാര്യമാണ്. പ്രാർത്ഥനയിൽ നമുക്ക് വളരെയധികം സന്തോഷവും സമാധാനം തരുന്ന കുടുംബജീവനമുണ്ട്. എല്ലാവരെയും നമ്മൾ ഒരുപോലെ സ്നേഹിക്കാനും കരുതുവാനും എല്ലാം കഴിയും. യേശു നമ്മുടെ രക്ഷിതാവാണ്. പ്രാർത്ഥനാ ജീവിതത്തിൽ യേശു നമുക്ക് ചെയ്യുന്ന വലിയ കാര്യങ്ങൾ നമുക്ക് എപ്പോഴും നേട്ടമുണ്ടായിരിക്കുന്നതാണ്. ആ തെറ്റായ നിയമങ്ങളുടെ ഫലം രാജ്യം മുഴുവൻ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും. നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണക്രമത്തിലെ ജനാധിപത്യത്തിൻ്റെ സുപ്രധാനമായ സ്ഥാനമാണ് ഉള്ളത്. പൗരന്മാരെല്ലാവരും കൃത്യസമയത്ത് വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അപ്പൊ അങ്ങോട്ട് തുടങ്ങി